ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക മാധ്യമ ശൃംഖല സ്ഥാപിച്ച മദർ ആഞ്ചലിക്കയുടെ വേർപാടിന് ഒരു പതിറ്റാണ്ട് തികയുന്ന വേളയിൽ അനുസ്മരണ ദിവ്യബലി അർപ്പിച്ച് EWTN ഗ്ലോബൽ കാത്തലിക് നെറ്റ്വർക്ക് മദറിന്റെ വിശ്വാസ ജീവിതത്തെയും മാധ്യമ നവീകരണത്തെയും അനുസ്മരിക്കുന്ന പരിപാടികൾ വത്തിക്കാനിൽ നടന്നു. 1923 ജനിച്ച മദർ ആഞ്ചലിക്ക ഒഹയോയിലെ സിസ്റ്റർ മേരി ആഞ്ചലിക്ക ഓഫ് ദി അനോൺസിയേഷൻ മഠത്തിൽ പ്രവേശിച്ച് സന്യസ്ത ജീവിതം ആരംഭിച്ചു. പിന്നീട് അലബാമയിലെ ഇറണ്ടേലിലുള്ള അവർ ലേഡി ഓഫ് ദി ഏഞ്ചൽസ് പുവർ ക്ലാരിസ് ഓഫ് പെർപച്വൽ അഡോറേഷന്റെ ആശ്രമം സ്ഥാപിച്ചു. അവിടെ നിന്ന് 1981 എറ്റേണൽ വേർഡ് ടെലിവിഷൻ നെറ്റ്വർക്ക് അഥവാ EWTN ആരംഭിച്ചു. ആശ്രമത്തിന്റെ ഗാരേജിൽ നിർമ്മിച്ച ഒരു ചെറിയ ടെലിവിഷൻ സ്റ്റുഡിയോയിൽ നിന്നാണ് EWTNന്റെ ആരംഭം. ഒരു ചെറിയ പ്രാദേശിക പ്രക്ഷേപണ ശ്രമമായി ആരംഭിച്ച ടെലിവിഷൻ പിന്നീട് റേഡിയോ, പ്രസിദ്ധീകരണം, പ്രിന്റ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലുടനീളം വ്യാപിച്ചു. EWTN ഇന്ന് 11 ടെലിവിഷൻ ചാനലുകൾ പ്രവർത്തിപ്പിക്കുന്നു. 24 മണിക്കൂറും നിരവധി ഭാഷകളിലായി പ്രക്ഷേപണം ചെയ്യുന്നു. 160-ലധികം രാജ്യങ്ങളിലെയും പ്രദേശങ്ങളിലെയും പ്രേക്ഷകരിലേക്ക് ഇത് എത്തിച്ചേരുന്നു. ലോകമെമ്പാടുമുള്ള നൂറുകണക്കിന് AM, FM റേഡിയോ അഫിലിയേറ്റുകൾ, സാറ്റലൈറ്റ് റേഡിയോ സേവനങ്ങൾ, യുണൈറ്റഡ് സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ സന്ദർശിക്കപ്പെടുന്ന കത്തോലിക്ക വെബ്സൈറ്റുകളിലൊന്നായി EWTN മാറിക്കഴിഞ്ഞു. 2016 മാർച്ച് 27 ഒരു ഈസ്റ്റർ ഞായറാഴ്ച തന്റെ 92-ാം വയസ്സിലാണ് മദർ ആഞ്ചലിക്ക ഇഹലോകവാസം വെടിഞ്ഞത്. ആദ്യ വർഷങ്ങളിൽ മദർ ആഞ്ചലിക്കയും സഹസഹോദരിമാരും സുവിശേഷവത്കരണ പ്രവർത്തനങ്ങൾക്കായി ധനസമാഹരണം നടത്തിയിരുന്നത് മത്സ്യബന്ധനത്തിനായുള്ള ലൂറുകൾ, വറുത്ത നിലക്കടല എന്നിവയുടെ വിപണനത്തിലൂടെയായിരുന്നു. 4 പതിറ്റാണ്ടിലേറെയായി EWTN അതിന്റെ ആഗോള സാന്നിധ്യം വികസിപ്പിക്കുകയും ടെലിവിഷൻ, റേഡിയോ പ്രോഗ്രാമിംഗിനൊപ്പം ബഹുഭാഷാ വാർത്താ സേവനമായ EWTN ന്യൂസ് സ്ഥാപിക്കുകയും ചെയ്തു. നാഷണൽ റിവ്യൂവിലെ എഡിറ്ററായ കാതറിൻ ജീൻ ലോപ്പസ് മദർ ആഞ്ചലിക്കയെ സന്തോഷവും പ്രചോദനവും അമേരിക്കയ്ക്കും ലോകമെമ്പാടുമുള്ള ഒരു സമ്മാനമെന്നുമാണ് വിശേഷിപ്പിച്ചത്. 2025 മാർച്ച് 27 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ രാവിലെ 11 മണിക്ക് ഫാദർ മൈക്കൽ ബാഗോട്ട് അർപ്പിച്ച അനുസ്മരണ ദിവ്യബലിക്ക് പുറമെ റിമംബറിംഗ് മദർ ആഞ്ചലിക്ക 10 years later എന്ന പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്.